ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വാഗമണിലാണ്. നല്ല കിടിലൻ ക്ലൈമറ്റാണ്. ഇപ്പോൾ ചെറിയ മഴയും അടിപൊളി തണുത്ത കാറ്റും ഒക്കെയാണ്. ഇതേപോലുള്ള ആഫ്രിക്കൻ ടെൻറ്റ് ടൈപ്പ് റൂംസും അതുപോലെ തന്നെ ഫ്രെയിം റൂംസും അതല്ല സാധാരണ ഹീലക്സ് ടൈപ്പ് റൂംസും ഒക്കെ ഉള്ള വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ട്. ഇവിടെ സ്വിമ്മിംഗ് പൂളും ഉണ്ട്. അപ്പോൾ ഈ ഒരു റിസോർട്ടിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കാണുക, അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രെയിം കോട്ടേജിൻ്റെ ആയ ഒരു എൻട്രൻസ് കേട്ടോ. മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്, നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഉൾവശം. ഞാൻ അഴുക്കാകുന്നതിന് മുമ്പൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു, അലങ്കോലമാവുന്നതിന് മുമ്പേ. ഞാൻ മഴയൊക്കെ ഇത്തിരി നനഞ്ഞിട്ടാണ് വന്നത്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഡ്രസ്സൊക്കെ അവിടെ എടുത്ത് വെച്ചതേ ഉള്ളൂ. പിന്നെ ഇതൊരു ഫ്രെയിം കോട്ടേജ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്ത് നല്ല മഴയാണ്, അല്ലെങ്കിൽ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണിക്കാമായിരുന്നു. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഒന്നുകൂടെ വീഡിയോയിലും കാണിക്കാം. കണ്ടോ, നല്ലൊരു ബാൽക്കണി വ്യൂ ഉണ്ട്. പിന്നെ വാഷ്റൂമും കൂടെ കാണിക്കാം. ടി വി ഉണ്ടല്ലോ. അത്യാവശ്യം വലിയൊരു കബോർഡുണ്ട് ഇവിടെ. പിന്നെ ഇതാണ് വാഷ്റൂം. ടവലും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള ബാൽക്കണിയിലെ കാഴ്ചകൾ കേട്ടോ. പുറത്തേക്കുള്ള നല്ല തണുത്ത കാറ്റ്, നല്ല കോടമഞ്ഞ്, അടിപൊളി. നമുക്കെന്തായാലും ഇനി ചുറ്റും ഒന്ന് നടന്നു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ആ ഒരു എൻട്രൻസ് കേട്ടോ. നല്ല റോഡൊക്കെയാണ് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ടിലും നല്ലൊരു വലിയ വാലി പോലെ ഉണ്ട്, നല്ല കോടമഞ്ഞുണ്ട്. ഇപ്പോൾ എന്തായാലും വാഗമണിൽ നല്ല ക്ലൈമറ്റ് ആട്ടോ. ഞാൻ വന്നത് ഇപ്പോൾ ജൂലൈ മാസത്തിലാണ്. ചെറിയ മഴയും രാവിലേക്ക് ഉച്ചയ്ക്ക് ഞാൻ വന്നപ്പോൾ ഇത്തിരി മഴയുണ്ടായിരുന്നു, അതിപ്പോൾ മാറി. പക്ഷെ നല്ല കോടമഞ്ഞുണ്ട്, അത് മാറുന്നില്ല. ഓപ്പോസിറ്റ് സൈഡും ഇഷ്ടംപോലെ റിസോർട്ടുകളൊക്കെ കാണുന്നുണ്ട് ആ ഭാഗത്തൊക്കെ. എന്തായാലും താഴോട്ടൊക്കെ നടന്നു പോകും. ഇതാണ് ഇവിടുത്തെ ഒരു മൊത്തത്തിലുള്ള ഒരു ഏരിയ കേട്ടോ. ഏകദേശം 4 ഏക്കറോളം ഉണ്ടെന്ന് പറഞ്ഞു ഈ റിസോർട്ട്. അപ്പം നമുക്ക് താഴോട്ടൊക്കെ നടക്കാനുണ്ടാകും കുറേ എന്ന് തോന്നുന്നു. ഇവിടെ ഒരു ചെറിയൊരു സ്ലൈഡർ വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക്. കുഴപ്പമില്ല, വേറെ ഒന്നുമില്ല, അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു. താഴോട്ട് പോയി നോക്കാം. അവിടെയാണ് നിന്നത്. നമ്മുടെ ബൈക്കൊക്കെ അതിൻ്റെ ആ ഒരു മുകളിലത്തെ സൈഡിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ അവിടെ നിന്ന് താഴെ ഇങ്ങോട്ടേക്ക് വന്നു. ഇപ്പം ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. എനിക്കൊന്ന് ഇവിടെ വെള്ളം കളക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നതാണ് എക്സ്ട്രാ. അവിടെ ഒരു വാച്ച് ടവർ പോലെയുണ്ട്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നോക്കാം. ഭയങ്കര കാറ്റാട്ടോ, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. എൻ്റെ അമ്മേ, ഞാൻ അവിടെ നിന്നൊരു കുടയൊക്കെ വാങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പൊടിയുന്നുണ്ട്. മഴ എന്തായാലും ഈ നല്ല കാറ്റ് വരുമ്പോൾ ഒരു രക്ഷയില്ലാത്തതാണ്. ഇപ്പോൾ വാഗമണം കുട്ടിക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിലും കുറേ നാളെ ഇത്രയും തണുപ്പ് വന്നിട്ട് ഫീൽ ചെയ്തിട്ട് കേട്ടോ. ഞാൻ അതുകൊണ്ട് തന്നെ ജാക്കറ്റ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. തണുപ്പിങ്ങനെ അടിച്ച്, കാരണം മുമ്പിലൊരു വലിയ വാലി പോലത്തെ, അതായത് തുറസായൊരു നല്ലൊരു ഹിൽ ഏരിയ ആയതുകൊണ്ടേ നല്ല കാറ്റാണ്. നിങ്ങൾ പാലൊഴുകുംപാറ ആ സൈഡിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അറിയാം, ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു സൈഡിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അറിയാം, നല്ല കാറ്റാണ് ആ ഭാഗത്ത് എപ്പോഴും. മൊട്ടക്കുത്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത്. ചെറിയൊരു കാടിൻ്റെ നടുക്കുള്ളൊരു വാച്ച് ടവർ എന്നൊക്കെ വേണമെങ്കിൽ പറയുന്നത്. ഇവിടുന്ന് നമുക്കിപ്പോൾ ജസ്റ്റ് ചെറിയൊരു വ്യൂ കിട്ടത്തുള്ളൂ, കാരണം ചുറ്റും മരങ്ങളാണ്. കൊള്ളാം, ഇവർ നല്ല രീതിയിലൊക്കെ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ കിളികളൊക്കെ ഉള്ള ഏരിയയാണ് ഇവിടെ. അത് കണ്ടോ, പൂളൊക്കെ ഉള്ള ഏരിയ അവിടെയായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റും നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നത് കണ്ടോ, ചെറുതായിട്ട് നമുക്ക് മറ്റൊരു സ്പെഷ്യൽ ടൈപ്പ് റൂംസ്, ടെൻറ്റ് സ്റ്റേ ആണ് കേട്ടോ. ഇത്രയും നമുക്ക് നടക്കേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ റൂമുണ്ടല്ലോ, അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ വണ്ടി എടുത്തിട്ട് ഇവിടം വരെ വരാം കേട്ടോ. ഇവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ നടന്ന് കയറാം. കൊള്ളാം. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു, കാരണം വേറെ പരിപാടിയൊന്നുമില്ലല്ലോ. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും, അത്രയും ആ ഒരു ഹൈറ്റിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ കേട്ടോ. കുഴപ്പമില്ല, ഒരു മോഡറേറ്റാണ്. ഭയങ്കര വലിയ സ്വിമ്മിംഗ് പൂൾ എന്നൊന്നും പറയാനില്ല, എന്നാൽ കൊള്ളാം. ഈ ഒരു ഇരിക്കുന്ന ലൊക്കേഷൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ തന്നെ ഒരു അടിപൊളി ഏരിയ, കൊള്ളാം. ഇതാണ് ഞാൻ പറഞ്ഞ ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യാലിറ്റി, ആഫ്രിക്കൻ ടെൻറ്റ് എന്നൊക്കെ പറയും. ചില റിസോർട്ടുകളിൽ ആഫ്രിക്കൻ ടെൻറ്റാണ്. നമ്മുടെ
മൂന്നാറിലെ 2 റിസോർട്ടുകൾ ഇത് ഇങ്ങനത്തെ സ്റ്റേ ഉണ്ട്. നമ്മളത് 2 റിസോർട്ടുകളും സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഒരിടത്ത് ഫാമിലി ആയിട്ടും പിന്നെ ഒരു സ്ഥലത്ത് ഫ്രണ്ട്സായിട്ടും. നേച്ചർ സോണും അതുപോലെ തന്നെ ഇല എക്കോ ലാൻഡ് എന്ന് പറഞ്ഞ റിസോർട്ട്, അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ടെൻറ്റ് സ്റ്റേയിൽ സ്റ്റേ ചെയ്യുന്ന വീഡിയോസ്. പുറമേ ടെൻറ്റ് പോലെയാണ് തോന്നുന്നതെങ്കിലും ടെൻറ്റ് തന്നെയാണ്, പക്ഷേ ഉള്ളിൽ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ടെൻറ്റാണ്, ഒരു റൂം പോലെ. കൊള്ളാമല്ലോ. ഈ ഒരു ഏരിയ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ ആ ഒരു റൂമിരിക്കുന്ന ആ ഒരു ഏരിയയും കൊള്ളാം, പക്ഷേ അതിനെക്കാട്ടും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഏരിയയാണ്. നല്ലൊരു പ്രൈവസി ഉള്ളൊരു ഏരിയ പോലെ ഫീൽ ചെയ്യുന്നു. കുറേ റിസോർട്ടുകളുണ്ട് അങ്ങോട്ടൊക്കെ. ഇതിൻ്റെ നേരെ കാണുന്ന ആ മല നേരെ ഇപ്പോൾ കാണുന്നില്ല, ഫോഗാണ്. അത് ആക്ച്വലി വരാട്ടുമേട് എന്നാണ് പറഞ്ഞത് കേട്ടോ. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് തന്നെയാണ്. അത് ഇവിടുത്തെ ഒരു വലിയ മലയാണ് വാഗമണിലെ. അത് ഇത്തിരി ഓഫ് റോഡൊക്കെ ഉണ്ട് കയറി പോകാനായിട്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സന്ധ്യ ടൈമിലുള്ള ആ ഒരു ആംബിയൻസ് കേട്ടോ. അതെ, അവിടെയൊക്കെ നല്ല കോടമഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ മഴ പെയ്തില്ല കേട്ടോ, വൈകിട്ട് അങ്ങനെ മഴയൊന്നും പെയ്തില്ല. എനിക്കൊന്ന് ഈ രാവിലത്തേക്ക് പെയ്ത മഴയുടെയാണ് ഈ കോടമഞ്ഞ് ഇങ്ങനെ കയറി വരുന്നത്. കൊള്ളാം സംഭവം. ഇതാണ് നമ്മുടെ രാത്രിയത്തെ ഡിന്നർ. പൊറോട്ടയും അതുപോലെ എഗ് റോസ്റ്റ്, നല്ല ചൂട് പൊറോട്ട. അപ്പോൾ സമയം രാവിലെ 7 മണി. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള രാവിലത്തെ കാഴ്ചകൾ കേട്ടോ. കോടമഞ്ഞ് ഇപ്പോഴും ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. കൊള്ളാം, കിട്ടില്ല ആംബിയൻസ്, നല്ലതാണ് കേട്ടോ. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ റെയിൻ ഫോറസ്റ്റ് വാഗമൺ ഈ ഒരു റിസോർട്ടിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സ്പീരിയൻസ് ജസ്റ്റ് ഷെയർ ചെയ്യുന്നൊരു സെഗ്മെൻറ്റാണ്. നമ്മൾ എല്ലാ വീഡിയോസിലും പോലെ സാധാരണ എല്ലാ വീഡിയോയിലും നമ്മൾ പുറത്തിരുന്നാണ് ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ വിട്ട് പെയ്യുന്നതുകൊണ്ട് പുറത്തിറങ്ങാനൊരു വഴിയില്ല. ഫസ്റ്റ് ഇവിടുത്തെ റേറ്റ് പറയാം. ഞങ്ങൾക്ക് ആയതെന്ന് വെച്ചാൽ 3500 ഈ ഒരു റൂമിന്. പക്ഷേ എനിക്ക് തോന്നുന്നു വീക്ക് ഡേ ആയതുകൊണ്ട് 3200 തന്നു. ഞാൻ ഫ്രൈഡേ ആണ് വന്നത്. അപ്പോൾ എനിക്കൊന്ന് ഇവിടുത്തെ നോർമൽ റേറ്റ് 3500 ആണെന്ന് തോന്നുന്നു ഈ ഒരു ഞാൻ സ്റ്റേ ചെയ്ത ഈ എ ഫ്രെയിം കോട്ടേജിന്. അപ്പോൾ ഇവിടെ എ ഫ്രെയിം കോട്ടേജ് അല്ലാണ്ട് ടെൻറ്റ് സ്റ്റേ ഉണ്ട്, വേറെ കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിരിക്കും. എന്നാലും എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോപ്പർട്ടി ആയിട്ട് തോന്നി. അതൊരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. പിന്നെ ഇതിനടുത്ത് ധാരാളം നമുക്ക് പോയി കാണാൻ പറ്റിയ ഒരുപാട് സ്പോട്ടുകളുണ്ട്. വാഗമൺ മെഡോസ് ഇതിന് വളരെ അടുത്താണ്, അതായത് മൊട്ടക്കുന്നുകൾ. പിന്നെ അതുപോലെ നമ്മുടെ പാലൊഴുകും പാറ വാട്ടർഫോൾസ് അത് നമുക്ക് കാണാൻ പറ്റും അടുത്തായിട്ട്. പിന്നെ നമ്മുടെ ലോവർ പൈൻ വാലി, അത് നമ്മൾ ഇന്നലെ പോയായിരുന്നു. ഞാൻ ബൈക്കിലാണ് വന്നത്, ഒരു സോളോ ബൈക്ക് ട്രിപ്പായിരുന്നു. ഇതൊരു 4 ഏക്കറോളം വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇപ്പോൾ എ ഫ്രെയിം കോട്ടേജ് ഉണ്ട്, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ടെൻറ്റ് സ്റ്റേ ഉണ്ട്. ആ ടെൻറ്റ് സ്റ്റേയോട് ചേർന്ന് തന്നെയാണ് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതും ആ ടെൻറ്റ് സ്റ്റേ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വാലി വ്യൂ വളരെ അടുത്തായിട്ട് കിട്ടും. അത് കുറച്ചുകൂടെ ഓപ്പൺ വ്യൂ കിട്ടുന്നത് അവിടെയാണ്. നമ്മുടെ ഈ റൂംസിൻ്റെ ചുറ്റും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്ര ഓപ്പൺ വ്യൂ കിട്ടും. പിന്നെ ഇവിടുത്തെ ഫുഡ് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. ഇന്നലെ ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് ഡിന്നർ കഴിച്ചത്. പൊറോട്ടയും എഗ് കറി കഴിച്ചൊക്കെ ഉള്ളായിരുന്നു. അതുപോലെ ഇപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും സ്പ്രെഡ് ഇത്തിരി കുറവാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലോ. അപ്പം പൂരി മസാലയും ബ്രെഡും കട്ട് ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് പോസിറ്റീവ് കാര്യങ്ങളായിട്ട് തോന്നിയത്. വേറെ വലിയ നെഗറ്റീവ് ഒന്നും തോന്നിയില്ല. ഈ പറഞ്ഞ പോലെ ചിൽഡ്രൻസ് പാർക്ക്, പേരിനൊരു കുട്ടികൾ കളിക്കാനായിട്ടൊരു സ്ലൈഡർ വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരാൻ ചിലപ്പോൾ ഒന്ന് ബോറടിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്വിമ്മിംഗ് പൂൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ജീപ്പ് റൈഡൊക്കെ എടുത്ത് പോകും. ഇതിനടുത്ത് തന്നെ ഇവിടെ നിന്ന് നമ്മൾ നേരെ കാണുന്ന ഒരു മല എന്ന് പറയുന്ന വരാട്ടുമേട് എന്നാണ് അതിൻ്റെ പേര്. അയ്യോ എക്സാക്ട്ലി പേര് കറക്റ്റാണോ എന്തോ. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ പോകാൻ പറ്റും എന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് കുറച്ച് ഓഫ് റോഡൊക്കെയാണത്. അപ്പോൾ ബൈക്കിൽ പോകാറുണ്ടെന്ന് പറഞ്ഞു ചിലർ. അപ്പോൾ എനിക്കൊന്ന് ജീപ്പ് എടുത്തിട്ട് പോകണമായിരിക്കും. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അത്ര അറിയില്ല, ഞാൻ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല വരാട്ടുമേട്. അപ്പോൾ അത് അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇവിടെ വന്നിട്ട് ഫീൽ ചെയ്തത്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു റിസോർട്ട് സ്റ്റേ ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബുക്കിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ വിളിച്ച് നോക്കിക്കൊള്ളുക. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ചെറിയ മൺസൂൺ ബൈക്ക് ട്രിപ്പ് ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുണ്ടക്കയം കുട്ടിക്കാനം ഒക്കെ ടച്ച് ചെയ്ത് ഈ വീഡിയോനെ പറ്റിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻസിൽ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ധാരാളം യാത്രാവിശേഷങ്ങളും രുചി അനുഭവങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വേണ്ടി കാണാം. ബൈ.